നാട്ടുവഴികളിൽ ഒരു പുൽത്തലപ്പ് പറിച്ചെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് സംസാരങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴാകും ഒരു സുഗന്ധവാഹിനിയായ ഇളം കാറ്റ് കടന്നുവരിക. അതിന് പലപ്പോഴും മുല്ലയുടെയും പിച്ചിയുടെയും യക്ഷിപ്പാല പൂവിന്റെയും ഒക്കെ നറുമണമുണ്ടാകും. അതിരുകാക്കുന്ന അതിരാണി ചെടിയുടെ പരാഗരേണുക്കളുടെ അദൃശ്യ സാന്നിധ്യവും ഉണ്ടാകും. നമ്മുടെയൊക്കെ പൂങ്കാവനങ്ങളിലെ പ്രമുഖരായ സസ്യലതാദികളുടെ കതിനാമുഴക്കം പോലെയുള്ള പൂക്കാലങ്ങൾക്കിടയിൽ പതുങ്ങിപ്പോകുന്ന, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാട്ടുചെടികളുടെ കൊച്ചു കൊച്ചു പൂക്കാലങ്ങൾ അതീവ ഹൃദ്യമായ ഒരു അനുഭവമാണ്. വീട്ടുമുറ്റത്തും തൊടിയിലും ക്ഷണിക്കപ്പെടാത്ത അതിഥികളെപ്പോലെ പിറവികൊണ്ട് വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള പുഷ്പബാണങ്ങൾ തൊടുത്തുവിടുന്ന കാട്ടുപൂക്കളും ചെടികളും ഓരോരോ കൗതുക ചെപ്പുകളാണ്. തേനീച്ചകളെയും വണ്ടുകളെയും പൂമ്പാറ്റകളെയും ഒക്കെ പൂന്തേനൂട്ടി സൽക്കരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പൊന്തകൾ നാട്ടിൻപുറങ്ങളിലെ സ്ഥിരം കാഴ്ചകളാണ്. ഇത്തരം ചെടികളെ വീക്ഷിക്കാനും അവഗാഹപൂർവ്വം നിരീക്ഷിക്കാനും അവർ ഒരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യം ആസ്വദിക്കാനുമൊക്കെ സമയം ചിലവഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ കുഞ്ഞി ചന്തങ്ങളുമായി വള്ളിപ്പടർപ്പുകളെയും പൊന്തക്കാടുകളെയും ഒക്കെ ഒരു കാടിന്റെ വർണ്ണക്കുപ്പായങ്ങളാക്കി മാറ്റിക്കൊണ്ട് തളിർച്ചൂടി നിൽക്കുന്ന ആസ്വാദകരുടെ കണ്ണിൽ കണ്ണുനീർത്തുള്ളിക്ക് സമമായി കുളിർക്കോരി നിറയ്ക്കുന്ന ഏതാനും കാട്ടുചെടികളെ കണ്ടാലോ നമുക്ക്. തേനിനു വേണ്ടി കൂടുവിട്ടിറങ്ങുന്ന ചെറുതേനീച്ചകളുടെ ഒരു ഇഷ്ടക്കാരിയുണ്ട്. നമ്മുടെയൊക്കെ അതിരുകളിൽ അളവറ്റ സൗന്ദര്യത്തിന്റെ റോസ് നിറമുള്ള പൂക്കളുമായി ഇളം കാപ്പി നിറമുള്ള തണ്ടുകൾ ഓടിച്ച് പടർന്നു പിടിച്ചു നിൽക്കുന്ന അതിരാണി ചെടിയാണത്. ഞാൻ ഇഷ്ടക്കാരിയൊന്നും ആരുടെ? എനിക്ക് ആരെയും അറിയില്ലെന്ന് പറഞ്ഞ ഗമയിൽ നിൽക്കുന്ന അതിരാണി മുപ്പത്തിയാർക്ക് ചേലിന്റെ കാര്യത്തിൽ 100-ൽ 100 മാർക്ക്. പൂവിന്റെയും പൂവിന് താഴെയുള്ള വിചിത്ര രൂപമുള്ള ഞെടുപ്പിന്റെയും ഒക്കെ സവിശേഷതകൾ മറ്റു പൂക്കൾക്ക് അനുകരിക്കാൻ കഴിയാത്ത വിധം വ്യത്യസ്തമാണ്. ഹെട്രോട്ടിസ് റോട്ടുണ്ടിഫോളിയ എന്നാണ് അതിരാണിയുടെ ശാസ്ത്രനാമം. റോട്ടുണ്ടിഫോളിയ എന്ന സ്പീഷീസ് പേരിന്റെ അർത്ഥം ഉരുണ്ട ആകൃതിയിലുള്ള ഇലകൾ ഉള്ളവൾ എന്നാണ്. ഈ അതിരാണി ചെടിയോട് സാദൃശ്യമുള്ള അനന്തരവൻ ചെടിയായ ചെറുകദളി പക്ഷേ പടർന്നു വളരുന്ന അതിരാണിയിൽ നിന്ന് വ്യത്യസ്തമായി നിവർന്നാണ് വളരുന്നത്. ഇലകൾ അതിരാണിയുടേതിനേക്കാൾ നീണ്ടതാണ്. ഇതൊക്കെ എന്ത്? ഇവരുടെയൊക്കെ കുടുംബക്കാരനായ കുറെ കൂടി വിശാലമായ ഇലകളുള്ള ഈ ചെടിക്ക് പക്ഷേ അതിരാണിയുടേതിനേക്കാളും ചെറുകദളിയുടേതിനേക്കാളുമൊക്കെ വലുപ്പം കുറഞ്ഞ വെള്ള പൂക്കളാണ് ഉള്ളത്. ക്ലൈഡീമിയ ഹൃട്ട എന്ന ശാസ്ത്രനാമമുള്ള ഈ ചെടിയുടെ ഭക്ഷ്യയോഗ്യമായ കായകൾക്ക് പഴുത്താൽ ഞാവലിന്റെ നിറമാണ് ഉണ്ടാവുക. ഹൃട്ട എന്ന സ്പീഷീസ് പേരിന്റെ അർത്ഥം രോമം എന്നാണ്. ദേഹമാസകലം റോസ് നിറമുള്ള രോമകൂപങ്ങളുള്ള കുറ്റിച്ചെടിയാണ് ക്ലൈഡീമിയ മൂപ്പർ. മെലാസ്റ്റോമേറ്റേസി എന്ന ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഉദ്യാന സസ്യങ്ങളുടെ ഒരുപാട് ഇനങ്ങളും വെറൈറ്റികളുമുണ്ട്. എപ്പോഴും സത്യം മാത്രം പറയുന്ന ഹരിചന്ദ്രനാണോ ഈ സത്യപുല്ല്? ഒരു ഞെടുപ്പിൽ 3 ഇലകളുള്ള നിലത്ത് മണ്ണോട് ചേർന്ന് പടർന്നു വളരാൻ ഇഷ്ടപ്പെടുന്ന വിനയാന്വിതനായ ചെടി. സത്യപുല്ല് എന്നാണ് പേരെങ്കിലും ചെറുക്കനൊരു പുല്ലല്ല എന്നുള്ളതാണ് വെള്ളമുട്ടും ചേർക്കാതുള്ള സത്യം. ഇതാ പേരിൽ തന്നെയുള്ള കള്ളത്തരം പിടിക്കപ്പെട്ടു കഴിഞ്ഞു. പണ്ട് പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ സത്യപുല്ലിന്റെ ഇല പറിച്ചെടുത്ത് ടോസിട്ട് നോക്കുമായിരുന്നു. പൂക്കാലത്തിന് കുട പിടിച്ചുകൊണ്ട് അഴകുള്ള ചെറുപൂക്കൾ കൊരുത്തു നിൽപ്പാണ് സസ്യലോകത്തിലെ ഈ സത്യൻ മാഷ്. വാഴയോട് സാദൃശ്യമുള്ള ഇലകളുള്ള നിലംപറ്റി വളരുന്ന മനോഹരമായ വിഷറി പോലെയുള്ള ഇതളുകളുള്ള വയലറ്റ് പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ഈ ചെടിയെ വാഴക്കള എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിക്കണം, വഴക്കാളി എന്നല്ല, വാഴക്കള എന്നാണ് പേര്. നിറയെ ജലാംശമുള്ള ഇലയും തണ്ടുമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചെടിയെ ആടും പശുവുമൊക്കെ കഴിക്കുന്ന സമയത്ത് കറുമുറ കറുമുറ ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം ആടിനും പശുവിനുമൊക്കെ വാഴക്കള നിറയെ പറിച്ചെടുത്ത് കൊണ്ടിട്ട് കൊടുക്കുമായിരുന്നു. മണ്ണിൽ ഇന്നിതാ നിറയെ തെങ്ങിന്റെ കുട്ടികൾ, മഞ്ഞ കോളാമ്പിക്കാർ. മുക്കുറ്റിച്ചെടികളെ കാണാൻ ഒരു കുഞ്ഞൻ തെങ്ങുപോലെ ഉണ്ടാകും അല്ലെ? കൽപ്പവൃക്ഷമായ തെങ്ങിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മഞ്ഞ കോളാമ്പി വിടർത്തി പാട്ടുകച്ചേരി ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്ന മുക്കുറ്റി ഇരുമ്പൻപുളി അമ്മാവന്റെ കുടുംബക്കാരനാണ്. മുക്കുറ്റി ഉണ്ടെങ്കിൽ തുമ്പപ്പൂവും മുറ്റത്ത് കൂട്ടിനുണ്ടാകും. വെളുവെളുത്ത മാലാഖക്കുപ്പായം ഇട്ടുകൊണ്ടുള്ള പൂക്കൾ പിടിച്ച് നീണ്ട ഇലകളെ താലോലിച്ചു നിൽക്കുകയാണ് തുമ്പ. ഉറുമ്പുകൾക്കും കുഞ്ഞൻ തേനീച്ചകൾക്കും ഭാഗം വെച്ച് കൊടുക്കാനും മാത്രം പൂന്തേൻ കരുതിയിട്ടുണ്ടവൾ. ആ പൂന്തേൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ചോണനുറുമ്പുകൾ തുമ്പച്ചെടിയിലാകെ പരതി നടക്കുന്നത് കണ്ടില്ലേ? പൂന്തേൻ മതിയാകാതെ തുമ്പയുടെ കായ്കളും കടിച്ചെടുത്ത് മണ്ടാനൊരു പ്ലാൻ ചോണന്മാർ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. പനിയുള്ളവരൊക്കെ ദാ ഇങ്ങോട്ട് പോരെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കനമുള്ള വട്ടം വട്ടമുള്ള ഇലകളുമായി കൂർക്കച്ചാർ. വെറും കൂർക്കയല്ല, പനിക്കൂർക്ക. സുഗന്ധമുള്ള ശരീരമുള്ള കൂർക്കയുടെ കുടുംബക്കാരനായ പനിക്കൂർക്ക ഇതാ പൂത്തിട്ടുണ്ട്. പണ്ട് പനിയും ജലദോഷവും ഒക്കെ വരുമ്പോൾ ശാസ്ത്രീയ വശമൊന്നും അറിയാതെ ഇതിന്റെ ഇല പറിച്ചെടുത്ത് തീയിൽ വാട്ടി പിഴിഞ്ഞ് നീര് കുടിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ നീര് തലയിൽ ഉച്ചിയിൽ തേച്ചിട്ടുണ്ട്. വെറുതെ മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ പനിക്കൂർക്കയുടെ ഇല നുള്ളി പലരും ആ സുഗന്ധം ആവാഹിച്ചെടുക്കാറുണ്ട്. തുളസിയുടെ ബന്ധുവാണല്ലോ ഈ കൂർക്ക, പിന്നെ എങ്ങനെ സുഗന്ധം ഉണ്ടാകാതിരിക്കും? ഒരിക്കൽ സ്വർണം കൊണ്ട് തീർത്ത പാലക്കാമാലകൾ നമ്മുടെ നാട്ടിൽ വൈറലായിരുന്നു. അതിന് പിന്നിലുള്ള സൂത്രധാരൻ ഇവനാണ്. കൂനുള്ള കായകൾ അലങ്കരിക്കുന്ന ചില്ലകളുള്ള വെളുത്ത രക്തമുള്ള കൂനൻപാല. കൂനൻപാലയുടെ ഗത പോലെ തോന്നിക്കുന്ന പൂമുട്ടുകളും ഞൊറിവുള്ള ഇതളുകളുള്ള പൂക്കളും ലാവണ്യം തുളുമ്പുന്ന അംഗോപാംഗങ്ങളാകുമ്പോൾ ചന്തം തന്റെ ചെങ്കോൽ താഴെ വെച്ച് അടിയറവ് പറഞ്ഞു പോകും. ശംഖ് കടഞ്ഞെടുത്തതുപോലെയുള്ള അഴകിന്റെ പ്രതിരൂപമായ ശംഖുപുഷ്പം തന്റെ കടും നീല നിറമാർന്ന ഇതളുകളാൽ കാറ്റിനെ ഹഠാത് ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കാറ്റങ്ങാനും അടുത്തെത്തിയാലോ? അല്ല, നിന്നെ ആര് വിളിച്ചു എന്ന മട്ടിൽ നിൽക്കും നമ്മുടെ കഥാനായിക.
ഈ ശംഖുപുഷ്പം നിൽക്കുന്നത് വീട്ടുമുറ്റത്തുള്ള കൊച്ചു പൂന്തോട്ടത്തിലാണെങ്കിൽ മറ്റൊരുവൾ നിൽക്കുന്നത് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിലാണ്. പൊന്തയിൽ പടർന്നു കയറി ശംഖുപുഷ്പത്തിനു വരെ അസൂയ ഉണ്ടായി പോകുന്ന രൂപസൗകുമാര്യത്തോടുകൂടി സെൻട്രോസീമ പ്യൂബസെൻസ്. യുദ്ധത്തിന് തയ്യാറെടുത്ത സൈന്യാധിപൻ ഉറയിൽ നിന്ന് ഊരിയെടുത്ത വാൾ പോലെ തോന്നിക്കുന്ന കായകളാണ് ഇതിന്റേത്, ഈ കാട്ടുപടലിന്റേത്. പയറിന്റെ കുടുംബക്കാരാണ് ഇവളും ശംഖുപുഷ്പമെന്ന ശംഖുമോളുമൊക്കെ. ഈ പൂവിന്റെ പൂമ്പാറ്റ ചിറകുകൾക്ക് സമാനമായ ഇതളിന്റെ കേന്ദ്രഭാഗം പറിച്ചെടുത്ത് വിസിലടിച്ച് നടന്നിരുന്നത് ഓർമ്മയുള്ളവർ ഉണ്ടാകും. പൂക്കളയും തേടി ക്യാമറയുമായി അലഞ്ഞു നടക്കുന്ന എനിക്ക് മുന്നിലേക്ക് തെങ്ങൊരു മച്ചിങ്ങ എടുത്തെറിഞ്ഞു. മച്ചിങ്ങ വീണത് കണ്ട് പേടിച്ച് എന്റെ ചെമ്പൻ പൂച്ചക്കുട്ടി കയ്യാലയിൽ ചാരി വെച്ചിരുന്ന ഉണക്കക്കമ്പിന്റെ ഉച്ചിയിലോട്ടങ്ങ് വലിഞ്ഞു കയറി. എന്താ അല്ലേ, പനിയൊന്നും ഉള്ളതുകൊണ്ടല്ല ഇങ്ങനെ വാടി നിൽക്കുന്നത്, ആരോ തൊട്ടതുകൊണ്ടാണ്. തൊട്ടാവാടി എന്ന മുള്ളുകളുള്ള നാണം കുണുങ്ങിച്ചെടിയെ പരിചയമില്ലാത്തവർ വിരളമാണ്. അരിമണിയുടെ ആകൃതിയുള്ള കുഞ്ഞനിലകൾ കൂടിച്ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ് തൊട്ടാവാടിയുടെ ഓരോ ഇലകളും. പിങ്ക് നിറമുള്ള ഗോളങ്ങൾ പോലെയുള്ള പുഷ്പങ്ങളാണ് ഈ നാണം കുണുങ്ങിയുടെ സവിശേഷത. തൊട്ടാവാടിയുടെ ഇലയുടെ ഞെടുപ്പിൽ നിന്ന് ഊറി വരുന്ന നീര് അകം പൊള്ളയായ ഒരു പുൽത്തണ്ടിലേക്ക് ഇറ്റിച്ചതിന് ശേഷം മറ്റേ അറ്റത്തുകൂടി ഊതിയാൽ ദാ ഇങ്ങനെ കുമിളകൾ ഉണ്ടാക്കാൻ കഴിയും. പണ്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രധാന വിനോദമായിരുന്നു ഇത്. നമ്മുടെയൊക്കെ വീടുകളിലെ അടുക്കളകളിൽ നിന്ന് പറമ്പിലേക്ക് ഒഴിച്ചു കളയുന്ന ചോറിന്റെ ആത്മാവൂറിയിറങ്ങിയ കഞ്ഞിവെള്ളവും മീൻവെള്ളവുമൊക്കെ അനുകൂലനങ്ങൾക്കുള്ള സാധ്യതകളായി എടുത്തുകൊണ്ട് വളരുന്ന കുപ്പയിലെ മാണിക്യങ്ങൾ. ഒരു കടുകുമണിയോളമോ അതിലൊരൽപ്പമോ കൂടുതൽ വലുപ്പത്തിൽ പൂക്കളെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളുടെ തുരുത്തുകളായ ഒരുപാട് കുഞ്ഞൻ ചെടികളുണ്ട്. സെറേറ്റഡ് അഥവാ ചിരവയുടേതുപോലെയുള്ള അരികുകളുള്ള ഇലകളും വയലറ്റ് പൂക്കളുമുള്ള ഈ ചെടിയെ ഒന്ന് നോക്കൂ. ആള് പുളിയല്ലേ? ആടലോടകത്തിന്റെയും നീലക്കുറിഞ്ഞിയുടെയും ഒക്കെ കുടുംബത്തിലെ അംഗമായ നീല വരകളുള്ള വെള്ളപ്പൂക്കളുമായി നിൽക്കുന്ന കുറിഞ്ഞികളുടെ കസിനായ ഈ കൊച്ചിനെ പരിചയമുള്ളവർ ഉണ്ടോ? മുത്തുകളെ പോലെ തോന്നിക്കുന്ന പൂക്കൾ ഉള്ളതുകൊണ്ടാണോ മുത്തങ്ങ എന്ന ഈ ചെടിക്ക് പേര് വീണ് കിട്ടിയതെന്ന് അറിയില്ല. എന്തായാലും മുത്തങ്ങ നമ്മുടെ മുത്താണ്. പുൽവർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് കിള്ളിങ്ക നെമോറാലിസ് എന്ന മുത്തങ്ങ. സസ്യലോകത്തിലെ ഇത്തിരി കുഞ്ഞൻ പൂക്കടക്കാർക്കിടയിലെ ലാളിത്യത്തിന്റെ മകുടോദാഹരണമായ ഒരു ശുഭ്രവസ്ത്രധാരി. ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം വെളിപ്പെടുന്ന പൂക്കളുള്ള ചെണ്ടുകൾ ചൂടി ചീരവീട്ടിലെ അംഗമായ ചെറുള വീട്ടുമുറ്റത്ത് അങ്ങിങ്ങായുണ്ട്. അപ്പൂപ്പൻ താടിയെ പോലെ താടി വെച്ച കുറെ വിത്തുകൾ വായുവിലേക്ക് വിതറാൻ മുയൽ ചെവിയനും അറിയാം. അതിലൊരു വിത്ത് പോയി മുക്കുറ്റിച്ചെടിയുടെ കായ്കളുമായി കിന്നാരം പറയുന്ന കാഴ്ച കണ്ടോ? ഹൃദയത്തിന്റെ ഇമോജിയുടെ ആകൃതിയിൽ ഇലകളുള്ള മറ്റ് ചെടികളുടെ ശരീരത്തിലും പാറയിലും മണ്ണിലുമൊക്കെ പടർന്നു കയറി വളരുന്ന സ്വഭാവക്കാരനായ പാടത്താളിച്ചെടി ഇവിടിപ്പോൾ പടർന്നു കയറി പോയിരിക്കുന്നത് ഒരു കൈതക്കാടിന്റെ ഹൃദയത്തിലേക്കാണ്. പടർന്നു വളർന്ന് കയറുക മാത്രമല്ല, പൂക്കുകയും മുന്തിരിക്കുല പോലെ കുലകളായി കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് ചങ്ങാതി. മുത്തുകൾ പോലെയുള്ള വെളുത്ത തിളങ്ങുന്ന കായ്കൾ പാകമായ കായ്കളാണ്. പാകമാകാത്ത ഇളം പച്ച നിറമുള്ള കായ്കളും ഇതാ ഈ കുലയിലുണ്ട്. നല്ല പനംകുല പോലെയുള്ള കാർക്കൂന്തൽ, മുടി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾക്ക് കാരണക്കാരിയായ ചൂണ്ടപ്പന ആണ് ഇത്. തോരണം തൂക്കിയത് മാതിരി ഇലകളുള്ള ഈ പന വനിതയുടെ പൂങ്കുലകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ടായ പ്രയോഗമാണ് മുൻപ് പറഞ്ഞത്. മീൻ പിടിക്കാൻ പോകുന്നവർ ഈ പനയുടെ ഇലകളുടെ ഭാഗമായ നീണ്ടു വളഞ്ഞ തണ്ടുപയോഗിച്ച് ചൂണ്ടകൾ ഉണ്ടാക്കാറുണ്ട്. ആനകളുടെ പ്രിയപ്പെട്ട പനമ്പട്ട എന്ന പൂജ്യവസ്തു ഈ പനയുടെ മുതിർന്ന ഇലകളാണ്. ചിലയിടങ്ങളിൽ ഈ പനയുടെ പൂങ്കുല ചെത്തി കള്ളെടുക്കാറുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ തെങ്ങ് വെട്ടുമ്പോൾ നമ്മൾ അതിന്റെ നെഞ്ചു കീറി മധുരമൂറുന്ന കൂമ്പെടുത്ത് കഴിക്കാറുണ്ട്. അത്തരത്തിൽ ഈ പനയുടെ കൂമ്പും ഭക്ഷ്യയോഗ്യമാണ്. പനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നിലപ്പനയെക്കുറിച്ച് പറയാതിരിക്കാൻ തരമില്ലല്ലോ. നിലം പറ്റി വളരുന്ന മഞ്ഞ പൂക്കളുള്ള ഈ ചെടിയുടെ പേരാണ് നിലപ്പന. പനയുടെ കുടുംബമല്ലെങ്കിലും ഒരു പരിപ്പ് മാത്രമുള്ള വിത്തുള്ള മോണോകോട്ട് അഥവാ ഒരു ഏകബീജപത്ര സസ്യമാണ് നിലപ്പന. ഇത് കണ്ടോ, കാട്ടുചീരയാണ് ഈ പറമ്പ് മുഴുവനും. ഇരുണ്ട ചുവപ്പ് നിറമുള്ള ഇലകളുമായി വെള്ളപ്പൂ കമ്മലിട്ട കാട്ടുചീര ചെടികൾ. കാട്ടുചീരയാണെങ്കിലും ചിലയിടങ്ങളിൽ ഇതിനെ തോരൻ വെക്കാനായി ഉപയോഗിക്കാറുണ്ടത്രേ. നിങ്ങളുടെ നാടുകളിൽ അങ്ങനെ ഒരു പതിവുണ്ടോ? ഞെട്ടുള്ള വട്ടയില പന്തലിന്റെ തണലിൽ കുമ്പിളപ്പത്തിന്റെ മാധുര്യമുള്ള സുഗന്ധം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വഴണമരത്തിന്റെ തൈ. അതിന്റെ കവിളിൽ പിടിച്ച് താലോലിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴതാ പെരുമരങ്ങളുടെ ഒരു കാട് തന്നെ എനിക്ക് മുന്നിൽ. വെളുത്ത പൂക്കളും കടും വയലറ്റ് നിറമുള്ള പാകമായ കായകളുമുള്ള പെരുമരങ്ങൾ എന്തൊക്കെയോ നാട്ടുവിശേഷങ്ങൾ പറയാൻ എന്ന മാതിരി എന്നെ കൈകാട്ടി വിളിക്കുന്നത് പോലെ. കണ്ടോ, ദന്തപ്പാലയാണിത്. കൂനൻ പാലച്ചേട്ടന്റെ സ്വന്തം ബന്ധു. എന്റെ വീഡിയോയ്ക്ക് വേണ്ടി വെളുത്ത രക്തമൊഴുക്കി സർവം സഹയായി തീർന്നു ദന്തപ്പാല. കൊല്ലാതെ വിടടാ ദ്രോഹി എന്നൊരു പറച്ചിൽ കേട്ടതുപോലെ തോന്നിയത് കാരണം ദന്തപ്പാലയെ അധികം ദ്രോഹിക്കാൻ നിന്നില്ല. ദ്രോഹിച്ചത് മൊത്തം ഈ പാവത്തിനെയാണ്. ഫ്രോക്കിട്ടതുപോലെയുള്ള ഈ ചെടിയുടെ വെള്ളപ്പൂക്കളെ ഞാൻ പൊന്തക്കാടിന്റെ മാറിൽ നിന്നും അടർത്തിയെടുത്തു. അതുകണ്ട് ദേഷ്യം അടക്കാനാവാതെ എന്നോട് കലഹിക്കാൻ വന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പച്ചയുടെ ചെമ്പൻ രോമങ്ങളുള്ള കായകളെ ഞാൻ തട്ടിത്തെറിപ്പിച്ച് പറത്തിവിട്ടു. തീർന്നില്ല, ഇലകളെ പിടിച്ച് സൂര്യന്റെ വെട്ടത്തിൽ കള്ളനോട്ട് പരിശോധിക്കുന്നത് പോലെ തിരിച്ചും മറിച്ചു നോക്കി. പോടാ തെമ്മാടി, നീ ആള് തീരെ ശരിയല്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നെ പ്രാഗിയോ ആവും. എന്റെ ഈ പ്രവർത്തികളെയൊക്കെ തെല്ലൊരു ഭയത്തോടുകൂടി നോക്കിക്കൊണ്ട് ശീമക്കുങ്ങിണിയും ഒപ്പം മിഠായി ചെടിയും. ഹിപ്റ്റിസ് ക്യാപിറ്റേറ്റ എന്ന ശാസ്ത്രനാമമുള്ള ഈ മിഠായി ചെടിയുടെ പൂക്കൾക്ക് ലോലിപോപ്പിന്റെ ആകൃതിയാണ്. കാട്ടിൽ പടർന്നു വളർന്ന് പുഷ്പലതയായി നിൽക്കുന്ന കാട്ടുമുല്ലച്ചെടി. നമ്മുടെ മുറ്റത്തുള്ള ചെമ്പരത്തിയെ അല്ലേ നിങ്ങൾക്കറിയാവൂ? ഇത് കണ്ടോ, ദേഹം മൊത്തം മുള്ളുകളുള്ള ഒരു കാട്ടു ചെമ്പരത്തി. ചെമ്പരത്തിയുടെ അരികിൽ മെന്തോന്നി ചെടിയുമുണ്ട്. മെന്തോന്നി പൂക്കളുടെ ചന്തത്തിൽ വീണുപോകാത്തവർ ആരുമില്ലത്രേ. കണ്ടില്ലേ, ഇതാണ് താരസൗന്ദര്യം. വാദമുള്ളവരുണ്ടോ? ഓയ് വാദമുള്ളവരുണ്ടോ? ആരടാ വിളിച്ചു കൂവുന്നത്? ഞാനാന്നേ, വാദക്കുടി. പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ പരിണാമ പട്ടികയിലെ തുടക്കക്കാരിൽ ഒരുവനായ ചെടിയാണ് ഈ കൊടി, വാദക്കുടി.
വനങ്ങളെയും പറമ്പുകളെയും നാട്ടിൻപുറങ്ങളെയും അതീവ ഹൃദ്യമാക്കുന്ന, അലങ്കാര ദീപം കൊളുത്തിയതുപോലെ അലങ്കരിക്കുന്ന കൊച്ചു കൊച്ചു ചെടികളും ചെറുമരങ്ങളും ഇനിയും ഒരുപാടുണ്ട്. നിലനാരകവും വാദക്കുടിയെ പോലെ വാദം ശമിപ്പിക്കുമെന്ന് പറയപ്പെടുന്ന കുറുന്തോട്ടിയുടെ വിവിധ ഇനങ്ങളും കടന്നുകയറ്റക്കാരാണെങ്കിലും സുന്ദരരൂപികളായ അരിപ്പൂച്ചെടികളും ഒക്കെ ഇനിയും അനന്തമായി നീണ്ടുകിടക്കുന്ന ഒരു വലിയ ലിസ്റ്റിന്റെ ഭാഗമാണ്. നാട്ടുപൂക്കളുടെ പ്രതാപത്തെക്കുറിച്ച് പറഞ്ഞ് തങ്ങളെ തഴഞ്ഞാൽ കുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന മുള്ളംകൊല്ലി വേലായുധനും സിൽബന്തികളും ജീവനോടെ ബാക്കി വെച്ചാൽ തുടർ ഭാഗങ്ങളുമായി വരാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയ കമന്റുകളായി അറിയിക്കുമല്ലോ. നന്ദി.